കായംകുളം കറ്റാനത്ത് ഇന്ന് രാവിലെ 8 മണിയോടെയാണ് സംഭവം. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയുടെ കഴുത്തിലും വായിലും തെരുവുനായ കടിക്കുകയായിരുന്നു. ഭരണിക്കാവ് സ്വദേശികളായ നിഷാദിന്റെയും ധന്യയുടെയും മകൾ ദയയ്ക്കാണ് തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. തെരുവുനായയുടെ കടിയേറ്റതിനെ തുടർന്ന് ഭരണിക്കാവിലെ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കുട്ടിയെ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. ഭരണിക്കാവ് പഞ്ചായത്തിൽ 2ാം വാർഡിൽ തെരുവുനായ ശല്യം രൂക്ഷമാണ്. അംഗൻവാടിയും സ്കൂളുകളും ഉൾപ്പെടെയുള്ളതാണെന്നും കുട്ടികളും രക്ഷകർത്താക്കളും അടക്കം ഭയത്തോടെയാണ് വരികയും പോവുകയും ചെയ്യുന്നതുമെന്നും നാട്ടുകാർ പറയുന്നു. ഭരണിക്കാവ് പഞ്ചായത്തിലെ 2ാം വാർഡിലെ എൻ്റെ വീട്ടിലെ തന്നെ ഒരു കുഞ്ഞിനെ രാവിലെ 8 മണിക്ക് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പട്ടി വന്ന് കടിച്ച് കുഞ്ഞിൻ്റെ പെടലി ഭാഗത്തും വായും എല്ലാം കടിച്ച് പറിച്ച് തെരുവ് നായകളുടെ വലിയ രൂക്ഷമായ വിഷയമാണ് നമ്മുടെ വാർഡിൽ ഇപ്പം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തൊട്ടടുത്ത് സ്കൂളുണ്ട്, അംഗൻവാടികൾ ഇതെല്ലാം ഉണ്ട്. അപ്പം രാവിലെ കുഞ്ഞുങ്ങൾക്ക് രക്ഷകർത്താക്കൾക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാം ഭയമായിട്ടിരിക്കുന്ന ഒരു അവസരമാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 3 മാസത്തിന് മുമ്പ് തെരുവുനായ്ക്കൾക്ക് ഇഞ്ചക്ഷൻ ചെയ്തെങ്കിലും എല്ലാത്തിനും ചെയ്യാൻ നമുക്ക് പറ്റാത്തൊരു സാഹചര്യം ആയതാൽ തീർച്ചയായിട്ടും ഇതിന് ഒരു നടപടി സ്വീകരിച്ചുകൊണ്ട് ഇതിന് മുന്നോട്ട് പോകണമെന്ന് വാർഡ് മെമ്പർ എന്ന രീതിയിൽ അഭ്യർത്ഥിക്കുകയാണ്. ഭരണിക്കാവ് കുമാരനാശൻ മെമ്മോറിയൽ ഹൈസ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് പരിക്കേറ്റതായ. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സീ മലയാളം ന്യൂസ്, ആലപ്പുഴ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.